Hello friends, Langora PSC സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ചലഞ്ച് ഡേ 3 ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏത് സംസ്ഥാനത്തിന്റെ പരമ്പരാഗതമായി കൈകൊണ്ട് നെയ്ത സാരിയാണ് ബോങ്കായി സാരി? ഏത് സംസ്ഥാനത്തിന്റെ പരമ്പരാഗതമായി കൈകൊണ്ട് നെയ്ത സാരിയാണ് ബോങ്കായി സാരി? ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? അത് ഒഡീഷയുടേതാണ്. കൈകൊണ്ട് നിർമ്മിച്ച സാരിയാണ് ബോങ്കായി സാരി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ഉന്നതാധികാര വിദ്യാഭ്യാസം മുതൽ തൊഴിൽ വരെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആദ്യത്തെ യോഗത്തിന്റെ വേദി? നീതി ആയോഗിന്റെ ഉന്നതാധികാര വിദ്യാഭ്യാസം മുതൽ തൊഴിൽ വരെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിന്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. നീതി ആയോഗിൻ്റെതാണ് വേദി, ന്യൂഡൽഹിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഴിമതി രഹിത ഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വിജിലൻസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് പ്രോജക്റ്റ് സീറോ. അഴിമതി രഹിത ഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വിജിലൻസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? പ്രോജക്റ്റ് സീറോ എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന് പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം? കേരളത്തിന് പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. അഴിമതി രഹിത ഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിനായി വിജിലൻസ് നടപ്പിലാക്കിയ പദ്ധതി പ്രോജക്റ്റ് സീറോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരത്ത് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന് പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. കേരളത്തിന് പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം തമിഴ്നാട്. ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം തമിഴ്നാട്. കൊറിയൻ യുദ്ധത്തിൽ നിർണായക പങ്കുവഹിച്ച ഇന്ത്യൻ സൈനികർക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് സ്മാരകം അനാവരണം ചെയ്തത് എവിടെയാണ്? സിയോൾ, ദക്ഷിണ കൊറിയയിലാണ്. ദക്ഷിണ കൊറിയയിലാണ്. കൊറിയൻ യുദ്ധത്തിൽ നിർണായക പങ്കുവഹിച്ച ഇന്ത്യൻ സൈനികർക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് സ്മാരകം അനാവരണം ചെയ്തത് സിയോൾ, ദക്ഷിണ കൊറിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ISL ഫുട്ബോളിൽ കന്നിക്കിരീടം സ്വന്തമാക്കിയ ടീം ഏതാണ്? ഈസ്റ്റ് ബംഗാൾ. ISL ഫുട്ബോളിൽ കന്നിക്കിരീടം സ്വന്തമാക്കിയ ടീമാണ് ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ട നദീതീരത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യ ഇനം ഏതാണ്? പശ്ചിമഘട്ടം നദീതീരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യ ഇനമാണ് സൈപ്പറസ് കാൽക്കുലോസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന് പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം? കേരളത്തിന് പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. കേരളത്തിന് പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം തമിഴ്നാട്. ഫെഡറേഷൻ കപ്പ് ദേശീയ സീനിയർ അത്ലറ്റിക്സിലെ ലോങ് ജമ്പ് മീറ്റ് റെക്കോർഡോടെ സ്വർണം നേടിയ മലയാളി താരം? ഫെഡറേഷൻ കപ്പ് ദേശീയ സീനിയർ അത്ലറ്റിക്സിൽ ലോങ് ജമ്പ് മീറ്റ് റെക്കോർഡോടെ സ്വർണം നേടിയ മലയാളി താരമാണ് ആൻസി സോജൻ. ഏതാണ്? അത്ലറ്റിക്സ് ലോങ് ജമ്പിലാണ് ആൻസി സോജൻ റെക്കോർഡോടെ സ്വർണം നേടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2026 മെയ് മാസത്തിൽ ഡൽഹി ഹൈക്കോടതി ഏത് ഒളിമ്പ്യൻ ഗുസ്തി താരത്തിനാണ് 2026 ഏഷ്യൻ ഗെയിംസിലുള്ള സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയത്? 2026 മെയ് മാസത്തിൽ ഡൽഹി ഹൈക്കോടതി ഏത് ഒളിമ്പ്യൻ ഗുസ്തി താരത്തിനാണ് 2026 ഏഷ്യൻ ഗെയിംസിനുള്ള സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയത്? വിനേഷ് ഫോഗോട്ടിനാണ്. ഡൽഹി കോടതി ഒളിമ്പ്യൻ ഗുസ്തി താരത്തിനാണ് ഏഷ്യൻ ഗെയിംസിലുള്ള സെലക്ഷൻ ട്രയലിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയത്. 2028 ഏഷ്യൻ ഗെയിംസിൽ ഗുസ്തിയിലെ വിനേഷ് ഫോഗോട്ട് വെങ്കല മെഡൽ നേടി. ഏത് സംസ്ഥാനത്തിന്റെ പരമ്പരാഗതമായി കൈകൊണ്ട് നെയ്ത സാരിയാണ് ബോങ്കായി സാരി? ഏത് സംസ്ഥാനത്തിന്റെ പരമ്പരാഗതമായി കൈകൊണ്ട് നെയ്ത സാരിയാണ് ബോങ്കായി സാരി? ഏതാണ്? ഒഡീഷ. ഒഡീഷ എന്ന സംസ്ഥാനത്തിൽ പരമ്പരാഗതമായി നെയ്ത സാരിയാണ്, കൈകൊണ്ട് നെയ്തെടുക്കുന്ന സാരിയാണ് ബോങ്കായി സാരി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ഉന്നതാധികാര വിദ്യാഭ്യാസം മുതൽ തൊഴിൽ വരെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിന്റെ വേദി? നീതി ആയോഗിന്റെ ഉന്നതാധികാര വിദ്യാഭ്യാസം മുതൽ തൊഴിൽ വരെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിന്റെ വേദി എവിടെയാണ്?
അത് ന്യൂഡൽഹിയാണ്. നീതി ആയോഗിന്റെ ഉന്നതാധികാര വിദ്യാഭ്യാസം മുതൽ തൊഴിൽ വരെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിന്റെ വേദി ന്യൂഡൽഹി. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശിലയായി കണക്കാക്കപ്പെടുന്ന ആഡം സ്മിത്തിന്റെ ഏത് പുസ്തകമാണ് 2026-ൽ 250-ാം വർഷം പൂർത്തിയാക്കിയത്? ആഡം സ്മിത്തിന്റെ ഏത് പുസ്തകമാണ് 2026-ൽ 250 വർഷം പൂർത്തിയാക്കിയത്? ഏത് പുസ്തകമാണ്? ആൻ എൻക്വയറി ഇൻടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. ആൻ എൻക്വയറി ഇൻടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. 1776 മാർച്ച് 9-നാണ് ഈ കൃതി ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. 1776 മാർച്ച് 9-നാണ് ഈ കൃതി ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉക്രൈനിനെതിരെ യുദ്ധത്തിൽ റഷ്യ പുതുതായി പ്രയോഗിച്ച ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗതയുള്ള അത്യാധുനിക ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? യുക്രൈനെതിരെ യുദ്ധത്തിൽ റഷ്യ പുതുതായി പ്രയോഗിച്ച ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗതയുള്ള അത്യാധുനിക ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? അതാണ് ഒറശനിക്. അതിന്റെ പേരെന്താണ്? ഒറശനിക് എന്നാണ് അതിന്റെ പേര്. ഒറശനിക്. ദെൻ 2026 മെയ് മാസത്തിൽ ഇന്ത്യ സന്ദർശിക്കുകയും ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്ത അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി. 2026 മെയ് മാസത്തിൽ ഇന്ത്യ സന്ദർശിക്കുകയും ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്ത അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പേരെന്താണ്? അതാണ് മാർക്കോ റുബിയോ ആണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തത്. ക്വാഡിന്റെ ഫുൾ ഫോം എന്താണ്? ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്. ISROയുടെ വീനസ് ഓർബിറ്റൽ മിഷനായ ശുക്രയാനിൽ പങ്കാളിയാകുകയും ശുക്രനിലെ പ്ലാസ്മ പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ വിനീഷ്യൽ ന്യൂട്രിയലൻസ് അനലൈസർ എന്ന ഉപകരണം പരീക്ഷിക്കുവാനും തീരുമാനിച്ച രാജ്യം. ISROയുടെ വീനസ് ഓർബിറ്റൽ മിഷനായ യുക്രയാനിൽ പങ്കാളിയാകാനും ശുക്രനിലെ പ്ലാസ്മ പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ വിനീഷ്യൽ ന്യൂട്രൽസ് അനലൈസർ എന്ന ഉപകരണം പരീക്ഷിക്കുവാനും തീരുമാനിച്ച രാജ്യം. ഏത് രാജ്യമാണ്? സ്വീഡനാണ് ISROയുടെ വീനസ് ഓർബിറ്റൽ മിഷനിൽ പങ്കാളിയാകാനും എന്ത് ചെയ്തത്? വിനീഷ്യൽ ന്യൂട്രൽസ് അനലൈസർ എന്ന ഉപകരണം പരീക്ഷിക്കുവാനും തീരുമാനിച്ച രാജ്യം സ്വീഡനാണ്. 2028 മാർച്ച് 29-ന് വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഈ ദൗത്യത്തിന് ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ LMB-3 ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഴിമതിരഹിത ഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വിജിലൻസ് നടപ്പിലാക്കിയ പദ്ധതി. അഴിമതിരഹിത ഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വിജിലൻസ് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? അതാണ് പ്രോജക്റ്റ് സീറോ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് ഈ പ്രോജക്റ്റിന്റെ പ്രധാന ലക്ഷ്യം. 2026-ലെ കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ചെഫ് ഡി മിഷനായി നിയമിതനായ വ്യക്തിയാണ് രോഹിത് രാജ്പാൽ. 2026-ലെ കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ചെഫ് ഡി മിഷനായി നിയമിതനായ വ്യക്തിയുടെ പേരെന്താണ്? രോഹിത് രാജ്പാൽ എന്നാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2026-ലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡ് ആണ് 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ 2026-ലെ അവാർഡിന് അർഹനായ നോവലിസ്റ്റ്. സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ 2026 അവാർഡിന് അർഹനായ നോവലിസ്റ്റ് ആരാണ്? അതാണ് ജോർജ് ഓണക്കൂർ എന്ന് പറയുന്നത്. ജോർജ് ഓണക്കൂർ ആണ് സുകുമാർ അഴീക്കോട് ദേശീയ ട്രസ്റ്റിന്റെ 2026 അവാർഡിന് അർഹനായത്. ജോർജ് ഓണക്കൂർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം എവിടെയാണ് നിലവിൽ വരുന്നത്? തിരുവനന്തപുരത്താണ് സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം നിലവിൽ വരുന്നത്. മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ് എന്നാണ് ഈ മെഡിക്കൽ മ്യൂസിയത്തിന് പേരിട്ടിരിക്കുന്നത്. മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ് എന്നാണ് ഈ മ്യൂസിയത്തിന് പേരിട്ടിരിക്കുന്നത്. സ്ത്രീ സംരംഭങ്ങൾക്കായി കുടുംബശ്രീ ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ്? ക്യാമ്പയിന്റെ പേരാണ് പുനർജ്വാല. സ്ത്രീ സംരംഭങ്ങൾക്കായി കുടുംബശ്രീ ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണ് പുനർജ്വാല എന്ന് പറയുന്നത്. പട്ടികജാതി വിഭാഗത്തിന്റെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്പ്. പട്ടികജാതി വിഭാഗത്തിന്റെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരെന്താണ്?
അജയ് എന്നാണ്. മൊബൈൽ ആപ്പിന്റെ പേരാണ് അജയ്. പട്ടികജാതി വിഭാഗത്തിന്റെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സാമൂഹ്യ വകുപ്പ് ശാക്തീകരണ മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് അജയ്. പോർട്ടൽ ഏതാണ്? PM അജയ് എന്നതാണ് അതിന്റെ പോർട്ടൽ. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി ആരാണ്? ഡോക്ടർ വീരേന്ദ്രകുമാർ. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ. റാഞ്ചിയിൽ നടന്ന ദേശീയ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ മത്സരത്തിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച താരമാരാണ്? റാഞ്ചിയിൽ നടന്ന ദേശീയ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ മത്സരത്തിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച താരമാരാണ്? ഗുരീന്ദർ വീർ സിംഗ് ആണ്. ഗുരീന്ദർ വീർ സിംഗ് ആണ് റാഞ്ചിയിൽ നടന്ന ദേശീയ സീനിയർ അത്ലറ്റിക് ഫെഡറേഷൻ മത്സരത്തിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച താരം. നെക്സ്റ്റ്, ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സുസ്ഥിര വികസന പുരസ്കാരത്തിന്റെ സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന വിഭാഗത്തിൽ ദേശീയ തലത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ കേരളത്തിലെ പഞ്ചായത്ത്. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സുസ്ഥിര വികസന പുരസ്കാരത്തിന്റെ സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന വിഭാഗത്തിൽ ദേശീയ തലത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ കേരളത്തിലെ പഞ്ചായത്ത് ഏതാണ്? മേലുകാവ് ഗ്രാമപഞ്ചായത്ത്, കോട്ടയം. മേലുകാവ് ഗ്രാമപഞ്ചായത്ത്, കോട്ടയം. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സുസ്ഥിര വികസന പുരസ്കാരത്തിന്റെ സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന വിഭാഗത്തിൽ ദേശീയ തലത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ കേരളത്തിലെ പഞ്ചായത്താണ് മേലുകാവ് ഗ്രാമപഞ്ചായത്ത്, കോട്ടയം. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഗ്രാമീണ തലത്തിൽ നടപ്പിലാക്കുന്നത് വിലയിരുത്തൽ. കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചെടുത്ത ന്യൂനത മാനദണ്ഡം. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഗ്രാമീണ തലത്തിൽ നടപ്പിലാക്കുന്നത് വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചെടുത്ത നൂതന മാനദണ്ഡത്തിന്റെ പേരെന്താണ്? പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ്. പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ്. 2026 ഇംഗ്ലീഷ് FA കപ്പ് പുരസ്കാര ചാമ്പ്യന്മാരായതാരാണ്? 2026 ഇംഗ്ലീഷ് FA കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായതാരാണ്? അതാണ് മാഞ്ചസ്റ്റർ സിറ്റി. മാഞ്ചസ്റ്റർ സിറ്റി ആണ് ഇംഗ്ലീഷ് FA ഫുട്ബോൾ ചാമ്പ്യന്മാരായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 32-ാം തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി. 32-ാം തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരാണ്? കാമി റീത്ത ഷെർപ്പ. കാമി റീത്ത ഷെർപ്പയാണ് 32-ാം തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി. നേപ്പാളിലെ ഷെർപ്പ ഗൈഡായാണ് കാമി റീത്ത ഷെർപ്പ. എന്താണ്? നേപ്പാളിലെ ഷെർപ്പ ഗൈഡാണ് കാമി റീത്ത ഷെർപ്പ എന്ന് പറയുന്നത്. സ്ത്രീകൾ നയിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്ത്രീകൾ നയിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ഈട് രഹിത വായ്പകൾ പ്രഖ്യാപിച്ച സർക്കാർ. സ്ത്രീകൾ നയിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ഈട് രഹിത വായ്പകൾ പ്രഖ്യാപിച്ച സർക്കാർ ആരാണ്? ഡൽഹി സർക്കാരാണ്. സ്ത്രീകൾ നയിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ ആണെങ്കിൽ അവർക്ക് എന്തായിരിക്കും? ഈട് രഹിതമായിരിക്കും, ഈട് രഹിത വായ്പകളായിരിക്കും. അത് പ്രഖ്യാപിച്ച സർക്കാർ ആരാണ്? ഡൽഹി സർക്കാരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യ ആന സംഘർഷ പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? മനുഷ്യ ആന സംഘർഷ പഠന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? പലാമു ടൈഗർ റിസർവ്, ജാർഖണ്ഡ്. പലാമു ടൈഗർ റിസർവ് ജാർഖണ്ഡിലാണ് ആദ്യ മനുഷ്യ ആന സംഘർഷ പഠന ഗവേഷണ കേന്ദ്രം. മനുഷ്യ ആന സംഘർഷ പഠന കേന്ദ്രം പലാമു ടൈഗർ റിസർവ്, ജാർഖണ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എബോളയുടെ ബ്യൂണ്ടിബ്യൂഗോ വകഭേദം പടർന്നു പിടിക്കുന്നതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യങ്ങൾ. എബോളയുടെ ബ്യൂണ്ടിബ്യൂഗോ എന്ന വകഭേദം പടർന്നു പിടിക്കുന്നതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കോങ്കോ, ഉഗാണ്ട. കോങ്കോ, ഉഗാണ്ടയിലാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. യൂസഫ് അലി കച്ചേരി മ്യൂസിക് ഫൗണ്ടേഷന്റെ 2026 മഹാപ്രതിഭാ പുരസ്കാരം നേടിയത്. യൂസഫ് അലി കച്ചേരി മ്യൂസിക് ഫൗണ്ടേഷന്റെ 2026 മഹാപ്രതിഭാ പുരസ്കാരം നേടിയത് ആരാണ്? ശ്രീകുമാരൻ തമ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11-ാം നൂറ്റാണ്ടിലെ ചരിത്ര പ്രധാനമായ ആനമംഗലം ചോള ചെപ്പേടുകൾ ഇന്ത്യക്ക് ഔദ്യോഗികമായി തിരികെ നൽകിയ രാജ്യം. 11-ാം നൂറ്റാണ്ടിലെ ചരിത്ര പ്രാധാന്യമായ ആനമംഗലം ചോള ചെപ്പേടുകൾ ഇന്ത്യക്ക് ഔദ്യോഗികമായി തിരികെ നൽകിയ രാജ്യത്തിന്റെ പേരെന്താണ്? അതാണ് നെതർലാൻഡ്. പേരെന്താണ്? നെതർലാൻഡ്. 11-ാം നൂറ്റാണ്ടിലെ ചരിത്ര പ്രാധാന്യമായ ആനമംഗലം ചോള ചെപ്പേടുകൾ ഇന്ത്യക്ക് ഔദ്യോഗികമായി തിരികെ നൽകിയ രാജ്യമാണ് നെതർലാൻഡ്. ഹേഗിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റും പങ്കെടുത്തു. ഹേഗിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റും പങ്കെടുത്തു.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വനിതാ T20 ക്രിക്കറ്റിലെ അതിവേഗ അർദ്ധ സെഞ്ചുറി കുറിച്ച വനിതാ താരം. വനിതാ T20 ക്രിക്കറ്റിലെ അതിവേഗ അർദ്ധ സെഞ്ചുറി കുറിച്ച വനിതാ താരത്തിന്റെ പേരെന്താണ്? ഫാത്തിമ സന. വനിതാ 2020 ക്രിക്കറ്റിലെ അതിവേഗ അർദ്ധ സെഞ്ചുറി കുറിച്ച വനിതാ താരത്തിന്റെ പേരാണ് ഫാത്തിമ സന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള നിയമസഭയുടെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിത. കേരള നിയമസഭയുടെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരാണ്? ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാൻ ആണ് കേരള നിയമസഭയുടെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിത. നിയമസഭാ മണ്ഡലം ഏതാണ്? അരൂർ ആണ്. ഷാനിമോൾ ഉസ്മാന്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? അരൂർ ആണ്. 2026 G20 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി. 2026 G20 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി എവിടെയാണ്? അറ്റ്ലാന്റ്, അമേരിക്ക. അറ്റ്ലാന്റ്, അമേരിക്ക. 2026 G20 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി എവിടെയാണ്? അറ്റ്ലാന്റ്, അമേരിക്ക. അറ്റ്ലാന്റ്, അമേരിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള നിയമസഭയുടെ പുതിയ സ്പീക്കർ ആരാണ്? കേരള നിയമസഭയുടെ പുതിയ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിയോജക മണ്ഡലം ഏതാണ്? കോട്ടയം. കേരള നിയമസഭയുടെ പുതിയ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മണ്ഡലം കോട്ടയം. കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യയിൽ കയറ്റുമതി വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യയിൽ കയറ്റുമതി വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഗുജറാത്ത് ആണ് കയറ്റുമതി വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 16 ആണ്. കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 16. സംസ്ഥാനത്ത് എറണാകുളം ജില്ലയാണ് കയറ്റുമതി വരുമാനത്തിൽ ഒന്നാമത് നിൽക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. ഏറ്റവും കുറവ് കയറ്റുമതി വരുമാനം എവിടെയാണ്? കാസർഗോഡാണ്. കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 16. ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് കയറ്റുമതി വരുമാനത്തിൽ ഒന്നാമത് നിൽക്കുന്നത് എറണാകുളം. ഏറ്റവും കുറവ് നിൽക്കുന്നത് ആരാണ്? കാസർഗോഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് ഫോറത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം. ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് ഫോറത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം ഏതാണ്? വർക്കല. വർക്കലയാണ് ഏക നഗരം എന്ന് പറയുന്നത്. ഫോറത്തിന്റെ വേദി എവിടെയാണ്? ഇസ്താംബുൾ, തുർക്കിയാണ്. എന്തിലാണ് വർക്കല പ്രതിനിധീകരിക്കുന്നത്? സീറോ വേസ്റ്റ് ഫോറത്തിലാണ്. സീറോ വേസ്റ്റ് ഫോറത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ഏക നഗരമാണ് വർക്കല എന്ന് പറയുന്നത്. ഫോറത്തിന്റെ വേദി ഇസ്താംബുൾ, തുർക്കിയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ 2024-25 വർഷത്തെ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിൽ കേരളം നേടിയ ഗ്രേഡ് ഏതാണ്? കേരളം നേടിയ ഗ്രേഡാണ് പ്രജേസ്റ്റ 2 എന്ന് പറയുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ 2024-25 വർഷത്തെ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് കേരളം നേടിയ ഗ്രേഡാണ് പ്രജേസ്റ്റ 2. ഈ ഇൻഡെക്സിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ഛത്തീസ്ഗഡ്, പഞ്ചാബ് എന്നിവരാണ്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പെർഫോമൻസ് ഗ്രേഡിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടിയത് ആരാണ്? ഛത്തീസ്ഗഡും പഞ്ചാബും ആണ്. അവർക്ക് പ്രജേസ്റ്റ 1 ഗ്രേഡ് ആണ് ലഭിച്ചത്. പ്രജേസ്റ്റ 1 ആരെയൊക്കെ കിട്ടിയത്? ചണ്ഡീഗഡ്, പഞ്ചാബ്. ചണ്ഡീഗഡും പഞ്ചാബും ആണ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലൂടെ ഉള്ള റെയിൽ തുരങ്കം. ആദ്യത്തെ കടലിനടിയിലൂടെ നിർമ്മിക്കുന്നത് കടലിനടിയിലൂടെയുള്ള റെയിൽ തുരങ്കം നിർമ്മിക്കുന്നത് എവിടെയാണ്? വിക്രോളിയിലാണ്. വിക്രോളിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള റെയിൽ തുരങ്കം നിർമ്മിക്കുന്നത്. എവിടെയാണ്? വിക്രോളിയിലാണ്. നെക്സ്റ്റ് 2026 നോർവേയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ച വ്യക്തി. 2026 നോർവേയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? നരേന്ദ്രമോദി. പുതിയ അഡ്വക്കേറ്റ് ജനറൽ. കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? അഡ്വക്കേറ്റ് ജാജു ബാബു. ജാജു ബാബു ആണ് കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ. പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആരാണ്? ടി ആസഫ് അലി ആണ്. പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആരാണ്? ടി ആസഫ് അലി ആണ്. പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? ജാജു ബാബു ആണ്. അരനൂറ്റാണ്ടിന് ശേഷം റോം മാസ്റ്റേഴ്സ് 1000 ടെന്നീസ് കിരീടം നേടുന്ന ആദ്യ ഇറ്റലി താരം. അരനൂറ്റാണ്ടിന് ശേഷം റോം മാസ്റ്റേഴ്സ് 1000 ടെന്നീസ് കിരീടം നേടുന്ന ആദ്യ ഇറ്റലി താരം ആരാണ്? യാനിക് സിന്നർ ആണ്. യാനിക് സിന്നർ. ഫൈനലിൽ ആരെയാണ്? കാസ്പർ റൂഡിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഫൈനലിൽ കാസ്പർ റൂഡിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IPL ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് നേടിയ താരം. IPL ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് നേടിയ താരം ആരാണ്?
വൈഭവ് സൂര്യവംശി ആണ്. വൈഭവ് സൂര്യവംശി IPL ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് നേടിയ താരമാണ് വൈഭവ് സൂര്യവംശി. 16ാം നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായ വ്യക്തി ആരാണ്? G. സുധാകരൻ. 16ാം നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ ആരാണ്? G. സുധാകരനാണ്. പ്രോടൈം സ്പീക്കർ ആരാണ്? G. സുധാകരനാണ്. G. സുധാകരന്റെ മണ്ഡലം എവിടെയാണ്? അമ്പലപ്പുഴയാണ്. 16ാം നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ G. സുധാകരന്റെ നിയമസഭാ മണ്ഡലം അമ്പലപ്പുഴ. ദെൻ ഇന്ത്യൻ റെയിൽവേയുടെ പുതുതായി പരിഷ്കരിച്ച ലോഗോയിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം. ഇന്ത്യൻ റെയിൽവേയുടെ പുതുതായി പരിഷ്കരിച്ച ലോഗോയിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയാണ്? 18 ആണ്. 18. 18ാമത്തെ റെയിൽവേ സോണായി സൗത്ത് കോസ്റ്റ് റെയിൽവേ വന്നതിന്റെ ഭാഗമായാണ് 18 നക്ഷത്രങ്ങൾ. 18ാം റെയിൽവേ സോണായി ഏതാണ് വന്നത്? സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തിടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ പുതിയ ഉത്തരവ് പ്രകാരം വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത സ്ഥാപനം. അടുത്തിടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ പുതിയ ഉത്തരവ് പ്രകാരം വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത സ്ഥാപനം ഏതാണ്? ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഓഫ് ഇന്ത്യ. ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, അതായത് BCCI ആണ്. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ BCCI ആണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം എന്താണ്? വിവരാവകാശ പരിധിയിൽ വരാത്ത സ്ഥാപനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗുജറാത്തിന്റെ വമ്പൻ ജലസേചന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ കാൽപസാർ പ്രോജക്റ്റിന് സാങ്കേതിക സഹായം നൽകുന്നതിനായി ഇന്ത്യ ഏത് രാജ്യവുമായാണ് സഹകരണ കരാറിൽ ഒപ്പുവെച്ചത്? ഗുജറാത്തിലെ വമ്പൻ ജലസേചന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ കാൽപസാർ പ്രോജക്റ്റിന് സാങ്കേതിക സഹായം നൽകുന്നതിനായി ഇന്ത്യ ഏത് രാജ്യവുമായാണ് സഹകരണ കരാറിൽ ഒപ്പുവെച്ചത്? നെതർലാൻഡുമായിട്ടാണ് ഒപ്പുവെച്ചത്. ഏത് പ്രോജക്റ്റ് ആണ്? ഗുജറാത്തിലെ ഒരു വമ്പൻ ജലസേചന അടിസ്ഥാന സൗകര്യമായ കാൽപസാർ പ്രോജക്റ്റിന് വേണ്ടി ഇന്ത്യ ആരുമായിട്ട് ഒപ്പുവെച്ചു? നെതർലാൻഡുമായി ഒപ്പുവെച്ചു. കാൽപസാർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുജറാത്തിലെ ഖംഭാരത് ഉൾക്കടലിന് കുറുകെ 30 കിലോമീറ്റർ നീളമുള്ള അണക്കെട്ട് നിർമ്മിച്ച് വലിയൊരു ശുദ്ധജല തടാകം സൃഷ്ടിക്കുക എന്നതാണ് ഈ വമ്പൻ പദ്ധതിയുടെ ലക്ഷ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ വനിതാ CAT A ക്വാളിഫൈഡ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടർ ആയതാരാണ്? ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ വനിതാ CAT A ക്വാളിഫൈഡ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടർ ആയതാരാണ്? സ്ക്വാഡ്രൺ ലീഡർ സാനിയാണ് ക്വാളിഫൈഡ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടർ ആയത്. സ്ക്വാഡ്രൺ ലീഡർ സാനിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വയോജന ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന നയത്തിന് പ്രചോദനമായ ജാപ്പനീസ് ആശയം. വയോജന ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന നയത്തിന് പ്രചോദനമായ ജാപ്പനീസ് ആശയം ഏതാണ്? ഇക്കിഗായി. വയോജന ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന നയത്തിന് പ്രചോദനമായ ജാപ്പനീസ് ആശയം ഏതാണ്? ഇക്കിഗായി. കേവലം അസുഖങ്ങൾക്ക് ചികിത്സ നൽകുക എന്നതിലുപരി വയോജനങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യവും സന്തോഷവും നിലനിർത്താൻ സഹായിക്കുന്ന ഒരു രീതിയാണ് ഇക്കിഗായി എന്ന് പറയുന്നത്. എന്താണ്? അസുഖങ്ങൾക്ക് ചികിത്സിക്കുക എന്നതിന് ഉപരി എന്ത് ചെയ്യുക? ശാരീരിക മാനസിക ആരോഗ്യവും സന്തോഷവും നിലനിർത്തുക എന്നതാണ് ഇക്കിഗായി എന്ന് പറയുന്നത്. ജപ്പാന് 2001 ജനുവരിയിലാണ് ഇതിന്റെ പ്രത്യേക വകുപ്പ് തുടങ്ങിയത്. ജപ്പാനിൽ എന്നാണ്? 2001 ഇതിന്റെ പ്രത്യേക വകുപ്പ്. ഇന്ത്യയിൽ ആദ്യമായി സാറ്റലൈറ്റ് ടാഗ് ചെയ്ത ഗംഗ സോഫ്റ്റ് ഷെൽ ആമയെ തുറന്നുവിട്ട ദേശീയ ഉദ്യാനം ഏതാണ്? കാസിരംഗ ദേശീയോദ്യാനം. അപ്പോൾ കാസിരംഗ ദേശീയോദ്യാനത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി സാറ്റലൈറ്റ് ടാഗ് ചെയ്ത ഗംഗ സോഫ്റ്റ് ഷെൽ ആമയെ തുറന്നുവിട്ട ദേശീയോദ്യാനം. ശുദ്ധജല ആമകളുടെ സംരക്ഷണത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ ഒന്നാണ് അസം. അപ്പോൾ ശുദ്ധജല ആമകൾ സംരക്ഷണത്തിൽ പ്രധാനപ്പെട്ട പ്രദേശത്തിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? അസമാണ്. അസമിലാണ് കാസിരംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ദെൻ ഓസ്ട്രേലിയൻ ആഭ്യന്തര 2020 ടൂർണമെന്റായ ബിഗ് ബാഷ് ലീഗ് 2026-27 ഉദ്ഘാടന മത്സരത്തിന്റെ വേദിയാകാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സ്റ്റേഡിയം. ഓസ്ട്രേലിയൻ ആഭ്യന്തര 2020 ടൂർണമെന്റായ ബിഗ് ബാഷ് ലീഗ് 2026-27 ഉദ്ഘാടന മത്സരത്തിന്റെ വേദിയാകാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സ്റ്റേഡിയം ഏതാണ്? അതാണ് MA ചിദംബരം സ്റ്റേഡിയം, ചെപ്പോക്ക്, ചെന്നൈ. MA ചിദംബരം സ്റ്റേഡിയം, ചെപ്പോക്ക്, ചെന്നൈയിലാണ് ബിഗ് ബാഷ് ലീഗ് 2026 ഉദ്ഘാടന വേദി. ആദ്യമായാണ് ഓസ്ട്രേലിയൻ ബിഗ് ബാഷ് ലീഗിന്റെ ഒരു മത്സരം നടക്കുന്നത്. ആദ്യമായാണ് ഓസ്ട്രേലിയൻ ബിഗ് ബാഷ് മത്സരത്തിന്റെ
ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് അനുവദിച്ചിരിക്കുന്ന റൂട്ട് ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് അനുവദിച്ചിരിക്കുന്ന റൂട്ടാണ് ബാംഗ്ലൂരു മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ആരംഭിച്ച റൂട്ട് ഏത് റൂട്ടിലാണ് ആരംഭിച്ചത്? 330 കാമാഖ്യയിലാണ് ആരംഭിച്ചത്. ദെൻ ഗ്രീൻ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ശക്തമാക്കുന്നതിനായി മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയുടെ വേദി. ഗ്രീൻ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ശക്തമാക്കുന്നതിനായി മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയുടെ വേദി ഏതാണ്? ഓസ്ലോ, നോർവേ ആണ് വേദി എന്ന് പറയുന്നത്. എവിടെയാണ്? ഓസ്ലോ, നോർവേ. ദെൻ 2026 മെയ് മാസത്തിൽ ഗ്ലാൻഡേഴ്സ് ഡിസീസ് കുതിരപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം ഏതാണ്? ചെന്നൈ ആണ്. 2026 മെയ് മാസത്തിൽ ഗ്ലാൻഡേഴ്സ് ഡിസീസ് അല്ലെങ്കിൽ കുതിരപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരമാണ് ചെന്നൈ. രോഗകാരിയായ ബാക്ടീരിയ ഏതാണ്? ബർഗോൾഡേറിയ മലൈ ആണ്. ദെൻ മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് KV മോഹൻകുമാർ. ദെൻ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? ഉല നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പുതിയ പെട്രോൾ മാനദണ്ഡ പ്രകാരം എഥനോൾ മിശ്രിതത്തിന്റെ കൂടിയ അളവ്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2050 ആകുമ്പോഴേക്കും കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക എന്ന ലക്ഷ്യം നിശ്ചയിച്ച ഇന്ത്യയിലെ ആദ്യ നിയമസഭാ മണ്ഡലം. 2050 ആകുമ്പോഴേക്കും കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക എന്ന ലക്ഷ്യം നിശ്ചയിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം ഏതാണ്? അതാണ് കാട്ടാക്കട. 2050 ആകുമ്പോഴേക്കും കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക എന്ന ലക്ഷ്യം നിശ്ചയിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മണ്ഡലമാണ് കാട്ടാക്കട. യൂസഫ് അലി കച്ചേരി പുരസ്കാരം ലഭിച്ച കവി ആരാണ്? പുരസ്കാരം ലഭിച്ച കവിയാണ് പ്രഭാവർമ്മയാണ് യൂസഫ് അലി കച്ചേരി പുരസ്കാരം ലഭിച്ച കവി. കൃതി ഏതാണ്? രൗദ്ര സാന്ത്വനം എന്നതാണ് കൃതി. ദെൻ മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ AI ചിത്രം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ AI ചിത്രം ഏതാണ്? വാഗ്ദത്ത ഭൂമി എന്നതാണ് മലയാളത്തിലെ സമ്പൂർണ്ണ AI ചിത്രം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ വ്യക്തി. 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ വ്യക്തി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ വ്യക്തി ആരാണ്? യാങ് ഷുവാൻസി ആണ് 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ വ്യക്തി. കൃതി ഏതാണ്? തായ്വാൻ ട്രാവലോഗ് എന്നതാണ് കൃതി. ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ലിൻ കിങ് ആണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും അപകട ഭീഷണിയുള്ള ജോലിയിലൊന്നായ കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗിൽ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി മാറിയ മലയാളി. ലോകത്തിലെ ഏറ്റവും അപകട ഭീഷണിയുള്ള ജോലിയിലൊന്നാണ് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ്. അതിൽ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി മാറിയത് ആരാണ്? KV അതുല്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകാനായി നടപ്പിലാക്കിയ പുതിയ സംവിധാനത്തിന്റെ പേര്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകാനായി നടപ്പിലാക്കുന്ന പുതിയ സംവിധാനത്തിന്റെ പേരെന്താണ്? അതാണ് percentile based threshold. The next question, കേരള ഹൈക്കോടതിയുടെ പുതിയ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കേരള ഹൈക്കോടതിയുടെ പുതിയ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായാണ്. Then ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സുസ്ഥിര കൃഷിയും ഭക്ഷ്യ സുരക്ഷയുമുള്ള സംഭാവനകളെ മാനിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ പരമോന്നത പുരസ്കാരം. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സുസ്ഥിര കൃഷിക്കും ഭക്ഷ്യ സുരക്ഷയ്ക്കുമുള്ള സംഭാവനകളെ മാനിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ പരമോന്നത പുരസ്കാരം ഏതാണ്? അഗ്രിക്കോള മെഡൽ ആണ്. അഗ്രിക്കോള മെഡൽ ആർക്കാണ് നൽകിയത്? നരേന്ദ്രമോദിക്കാണ്. എന്തിനാണ് നൽകിയത്? സുസ്ഥിര കൃഷിക്കും ഭക്ഷ്യ സുരക്ഷയ്ക്കുമുള്ള സംഭാവനകളെ മാനിച്ചാണ് അഗ്രിക്കോള മെഡൽ നൽകിയത്. 2026 മെയ് 20 ഇറ്റലിയിലെ റോമിലുള്ള FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആസ്ഥാനത്ത്
നടന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രിക്ക് 2026 ഈ പുരസ്കാരം നൽകിയത്. ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ വനിത. ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? അത് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ ആണ്. ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, VT ഭട്ടതിരിപ്പാട് സ്മാരക പുരസ്കാരം നേടിയ വ്യക്തി. VT ഭട്ടതിരിപ്പാട് സ്മാരക പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ക്വസ്റ്റ്യനിൽ വന്ന മിസ്റ്റേക്ക് ആണ്. VT ഭട്ടതിരിപ്പാട് സ്മാരക പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? TM എബ്രഹാം. VT ഭട്ടതിരിപ്പാട് സ്മാരക പുരസ്കാരം നേടിയ വ്യക്തിയാണ് TM എബ്രഹാം. അടുത്തിടെ ഇന്ത്യയും നെതർലാൻഡും തമ്മിൽ ഒപ്പുവെച്ച കരാറുകളുടെ എണ്ണം. ഇന്ത്യയും നെതർലാൻഡും തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച കരാറുകളുടെ എണ്ണം എത്രയാണ്? 17. അടുത്തിടെ ഇന്ത്യയും നെതർലാൻഡും തമ്മിൽ ഒപ്പുവെച്ച കരാറുകളുടെ എണ്ണം എത്രയാണ്? 17. നെതർലാൻഡ് പ്രധാനമന്ത്രി ആരാണ്? റോബ് ജേട്ടൻ ആണ് നെതർലാൻഡ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16ാമത് കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് ആരാണ്? 16ാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് ആരാണ്? അബു ജോൺ ജോസഫ് ആണ് 16ാം നിയമസഭയുടെ ചീഫ് വിപ്പ്. അബു ജോൺ ജോസഫ്. നിയമസഭാ മണ്ഡലം ഏതാണ്? തൊടുപുഴയാണ് നിയമസഭാ മണ്ഡലം. കൂടുതൽ കറണ്ട് അഫേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.